അസ്സലാമു അലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു മൈ ചാനൽ ക്രഷ് ജിഞ്ചർ. ഈ ലഡു റെസിപ്പി ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പഴയ പഞ്ചസാരി കടയിൽ നിന്നാണ്. ഇന്നും അവിടെ ഈ ലഡു ഓർഡർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നു. ആ 100 വർഷം പഴക്കമുള്ള രഹസ്യ റെസിപ്പി ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഇതേപോലെ ഈ ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു നോക്കുക. ഇതാണ് ദിൽ സീഡ്. ഇത് സുവ സീഡ്സ് എന്നും അറിയപ്പെടുന്നു. മെൻസ്ട്രൽ ക്രാംസിനും സ്ലീപ്പ് ഡിസോർഡർ, നെർവ് പെയിൻ, ഇൻഫെക്ഷൻ, കോൾഡ് ആൻഡ് കോഫ് എന്നിവയ്ക്കെല്ലാം ഇത് നല്ലൊരു ഉപകാരമുള്ള സീഡാണ്. ഇതാണ് കൊങ്കൈ സീഡ്. അനീമിയ, ഇമ്മ്യൂണിറ്റി, ഹാർട്ട് ഹെൽത്ത്, ഡൈജസ്റ്റീവ് ഹെൽത്ത്, ന്യൂറോളജിക്കൽ ഹെൽത്ത് ഡിസോർഡർ എന്നിവയ്ക്കെല്ലാം ഇത് വളരെ ഉപയോഗപ്പെട്ടതാണ്. ഇതാണ് ഹാലിം വിത്ത്. ശരീരത്തിലെ വേദന കുറയ്ക്കുന്നു, അസ്ഥികളുടെ ആരോഗ്യത്തിന് നല്ലതാണ്, അസിഡിറ്റിക്കും വളരെ ഉത്തമമാണ്. ഇതിൽ അയരൻ, പ്രോട്ടീൻ, വിറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഹലീം വിത്ത്, ദിൽ സീഡ്സ്, കൊങ്കൈ സീഡ്സ് എല്ലാത്തിനും ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഈ 3 സീഡ്സും ഞാൻ എടുത്തിട്ടുള്ളത് 50 ഗ്രാമാണ്. ഈ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ആമസോണിൽ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇത് കേടുവരാതെ നമുക്ക് 3 മാസമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി 100 ഗ്രാം ഖസ്ഖസ്, പോപ്പി സീഡ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് 5 സൂപ്പർ സീഡ്സ് ആണ്. അതായത് വാട്ടർമെലൺ, കുക്കുംബർ, മസ്ക് മെലൺ, പംകിൻ ആൻഡ് സൺഫ്ലവർ സീഡ്സ്. ഇവ ഓരോ സീഡ്സും 50 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ് ആണ്. പൊതുവെ സ്ത്രീകൾക്ക് ഒരു പവർ ഹൗസാണ് ഈ 5 സീഡ്സും. ഒരു പാനിലേക്ക് നെയ്യ് ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്യാം. ഇതാണ് ഗോന്ത്. ഒരു മരത്തിൽ കിട്ടുന്ന പശയാണിത്. ഇത് ഹാർട്ടിന് നല്ലതാണ്, ഇടുപ്പ് വേദനയ്ക്ക് നല്ലതാണ്. ഈ പോസ്റ്റ് പ്രഗ്നൻസി, പിന്നെ കുട്ടികളൊക്കെ മെച്യൂർ ആയിക്കഴിഞ്ഞാലൊക്കെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോന്താണ്. 150 ഗ്രാം ഗോന്താണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഗോന്ത് കാണാൻ കല്ലുപോലെ കട്ടിയാണെങ്കിലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സോഫ്റ്റ് ആവും. ഞാനിവിടെ ബദാം 200 ഗ്രാം കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അതുപോലെ തന്നെ കശുവണ്ടി, അതിനും ഫ്രൈ ചെയ്തെടുത്തു. ഇനി 200 ഗ്രാം പിസ്ത, അതിനും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കറുത്ത മുന്തിരിങ്ങയാണ്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഈ മുന്തിരിങ്ങയിൽ കഫം നിറയുകയില്ല, പിന്നെ നമ്മൾക്ക് ബ്ലഡും ഇംപ്രൂവ് ആവും. ഇതുപോലെ മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്ത 3 തരത്തിലുള്ള സീഡ്സ് ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൗഡറാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ചെടുത്ത പൗഡറിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതാണ് കമർക്കസ്. ഈ കമർക്കസ് നമ്മുടെ ജോയിൻറ്റ് പെയിനിനും പിന്നെ ബാക്ക് പെയിന് വളരെ നല്ലതാണിത്. കമർക്കസ് ഇതുപോലെ പച്ചയ്ക്ക് തന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞാനിതാ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗോന്ത്, അതും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനോടൊപ്പം അരച്ചെടുക്കുകയാണ്. അപ്പോൾ കമർക്കസും ഗോന്തും ഇതുപോലെ ഫൈൻ പൗഡർ ആക്കിയിട്ട് നമുക്ക് അതേ ബൗളിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് തണുക്കാൻ വെച്ചിരുന്ന ബദാം, കാഷ്യൂ, പിസ്ത ദർദര രൂപത്തിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പൗഡർ ആവണ്ട. നമുക്ക് കറുത്ത മുന്തിരിങ്ങയും അരച്ചെടുക്കാം. ഇതാണ് കൊപ്ര ചിരകിയത്. കൊപ്രയുടെ മേലത്തെ കറുത്ത തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതാണിത്. നല്ല വലിപ്പമുള്ള ഒരു വലിയ കൊപ്രയാണത്. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കസ്കസ്, പോപ്പി സീഡ്സ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 5 തരത്തിലുള്ള സൂപ്പർ സീഡ്സ്, ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തണുക്കാൻ വെച്ചിരുന്നു. അതിന് മിക്സിയിലിട്ടിട്ടൊന്ന് ദർദറ നമുക്ക് അരച്ചെടുക്കാം. ഇതിന് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കൽമി ഡേറ്റ്സ്. ഇതൊരു 3/4 കിലോ ഉണ്ട്. നല്ല സോഫ്റ്റും നല്ല ബൈൻഡിങ്ങിനൊക്കെ നല്ല ഹെൽപ്പാവുന്ന നല്ല സോഫ്റ്റ് ടെക്സ്ചറുള്ള ഡേറ്റ്സ് ആണിത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറിനൊപ്പം ചേർക്കാം. ഇനി നമുക്ക് എല്ലാ പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുത്ത കൽമി ഡേറ്റ്സും ഇതിനോടൊപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ വെള്ളം ചെറുതായിട്ടൊന്ന് പൗഡർ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സും വെല്ലവും നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഹണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. തേനുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നമുക്കിതെടുത്തിട്ട് ലഡുവിൻ്റെ ഷേപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കാം. നല്ല ഉരുണ്ട ലഡു തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ എല്ലാ പൗഡറും നമുക്ക് ലഡുവിൻ്റെ ഷേപ്പ് കൊടുക്കാം. ബൈൻഡിങ് കുറച്ച് ശരിയായി വരുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഹണി ഇട്ടിട്ട് നമുക്ക് ലഡുവിന് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ലഡു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ക്രഷ് ജിഞ്ചറിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഹെൽത്തി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.